നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ചില പ്രദേശങ്ങളെന്ന് പറയാം, അപ്പോൾ അവിടെ ഇപ്പോഴും ചില സാമുദായിക സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തിനകത്ത് തന്നെ പല പ്രദേശങ്ങളിലും അത്തരത്തിൽ ചില സാമുദായിക സംഘർഷങ്ങൾ നടക്കുന്നു. ചില പ്രത്യേക പാർട്ടികൾക്കോ ചില പ്രത്യേക സമുദായങ്ങൾക്കോ സ്വാധീനമുള്ള പ്രദേശങ്ങളിലാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ബക്രീദ് ദിനാഘോഷങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ പല പ്രദേശങ്ങളിലും ചില സാമുദായിക സംഘർഷങ്ങൾ നടന്നത്. എന്താണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ എവിടെയൊക്കെയാണ് അങ്ങനെയുള്ളൊരു ചില പ്രദേശങ്ങൾ ഞാൻ എടുത്തു പറയുന്നത് താങ്കൾക്ക് അറിയാവുന്നതാണ്. എന്തായാലും അങ്ങനെയുള്ള സമുദായ സംഘർഷങ്ങൾ നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മുടെ അതിനകത്ത് ഉള്ള പൊളിറ്റിക്സ്, ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഉണ്ടെന്നുള്ളതാണ് കറക്റ്റ്. എന്താണ് താങ്കൾ പറയാനുള്ളത്? പ്രധാനമായിട്ടും മോദി 3ാം തവണ വന്നതിന് ശേഷമാണ് ബക്രീദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സംഘർഷങ്ങൾ കുറച്ചുകൂടി വാർത്താ പ്രാധാന്യം കിട്ടുന്നത്. ഇതെല്ലാ വർഷവും നടക്കാറുള്ളത് തന്നെയാണ്. ബക്രീദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഇവിടെയായിട്ട് ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ എല്ലാ തവണയും ഹിന്ദു മുസ്ലിം ടെൻഷൻസ് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ബക്രീദുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത്തവണ ഇത് പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം മനഃപൂർവ്വം ഹിന്ദുക്കളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു വെച്ചതാണ് എന്നുള്ളതാണ്. മഹാരാഷ്ട്ര അങ്ങനെ ഗോവധം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല. അവിടെ സംഭാജി നഗറിൽ പശുവിനെ, മെയിനായിട്ട് പശുവാണ് പ്രശ്നമായിട്ടുള്ളത്, പശുവിനെ ഇറക്കാനായിട്ടുള്ള ശ്രമത്തിനിടയിൽ ഹിന്ദു മുസ്ലിം ടെൻഷൻസ് വലിയ രീതിയിൽ അവിടെ നടക്കുകയും അതൊരു സംഘർഷം അടിയിലേക്ക് അത് നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് അത് കേസായി അവിടെ അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റി മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. അതേ മഹാരാഷ്ട്രയിൽ തന്നെ നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ട മറ്റൊരു വിഷയമുണ്ട്. നവി മുംബൈയുടെ ഭാഗത്തായിട്ട് ഒരു മട്ടൺ ഷോപ്പാണ് പ്രധാനമായിട്ടും ആടിനെ അറക്കാനായിട്ട് ബക്രീദ് ആഘോഷമായിട്ട് ബന്ധപ്പെട്ട് ഇറച്ചിക്ക് വേണ്ടി നമ്മൾ കൊടുക്കരുത്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആടിൻ്റെ ദേഹത്ത് റാം എന്ന് എഴുതിയിട്ടാണ് ഈ മുസ്ലിം കച്ചവടക്കാർ ഇത് വിൽക്കാനായിട്ട് വച്ചിരുന്നത്. അങ്ങനെ അതാദ്യം ഹിന്ദു പ്രവർത്തകരായിട്ടുള്ള VHP പ്രവർത്തകരും അതുപോലെ ബജറംഗ് പ്രവർത്തകരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും ഇവരത് പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് അത് ഇവരുടെ കൂടെ വന്ന് നിന്ന് ഈ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഇറങ്ങി ഭയങ്കര വൈറലായിരിക്കുകയാണ്. അപ്പോൾ അവർക്കതിൽ പ്രത്യേകിച്ച് കുറ്റബോധമൊന്നും തോന്നുന്നില്ല. റാം എന്നുള്ളൊരു പേരിൽ ആടിൻ്റെ പേരെഴുതി വെച്ച് അറക്കാനായിട്ട് വിൽക്കാനായിട്ട് കൊണ്ട് നിൽക്കുന്നതിന് അവർക്ക് വലിയൊരു കുറ്റബോധമോ മറ്റു കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. അങ്ങനെ അവിടെ വാക്കുതർക്കമാവുകയും വലിയ രീതിയിൽ കയ്യാങ്കളിയും മറ്റുമൊക്കെ നടക്കുകയും പോലീസ് അങ്ങനെ കട ഷട്ടറിട്ടിരിക്കുകയാണ്. കട ഷട്ടറിട്ടതിന് ശേഷം അതിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള 2 പേരുണ്ട്. 2 പേരെയും ചേർത്ത് പോലീസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൈവശം വെച്ചിരിക്കുകയാണ്. ഇതേ കാരണം തന്നെ ഹിമാചൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് വന്നിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഷാജഹാൻ എന്നോ മറ്റോ ആണ്, എനിക്ക് കൃത്യമായിട്ടുള്ള പേര് ഓർമ്മയില്ല. ചെറുപ്പക്കാരനാണ്, 30 വയസ്സിനകത്തെ പ്രായം വരും. ഇദ്ദേഹം ബക്രീദുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആഘോഷത്തിൽ പിച്ചാത്തി കൊണ്ട് പശുവിൻ്റെ കഴുത്തറുത്തതിന് ശേഷം അതെടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് ഇടുകയാണ്. വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഇട്ടതിന് ശേഷം ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുകയാണ്. അറുത്തതിന് ശേഷം തലയുമായിട്ട് ബന്ധപ്പെട്ട് തലയായിട്ട് വെച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ വാട്സപ്പിൽ എടുത്തിടുകയാണ്. പശുവിൻ്റെ തന്നെയാണ്, അത് ബ്ലർ ചെയ്തെന്തോ ഇട്ടിരിക്കുകയാണ്. അതും ഹിമാചൽ പ്രദേശിൽ വലിയ രീതിയിലുള്ള ഒരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റിലായിട്ട് വഴി നയിക്കുകയും അങ്ങനെ അവിടെയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന ഈ ഷാജഹാൻ എനിക്ക് തോന്നുന്നു ഒരു ടെക്സ്റ്റൈൽ സ്വന്തമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റൈലിനെ ആക്രമിക്കുകയും ആ കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തിടുകയും അങ്ങനെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളെല്ലാം തല്ലി തകർക്കുന്ന ഒരു സംഭവമാണ് ഹിമാചലിൽ നടന്നത്. അപ്പോൾ അതിനുശേഷം ജാർഖണ്ഡും ഇതുപോലെ തന്നെ ബക്രീദുമായിട്ട് ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് പശുവിനെ അറക്കുന്ന ഒരു സിനാറിയോ വരികയും അങ്ങനെ വലിയ രീതിയിൽ ഹിന്ദു സംഘടനകൾ ഇതിനെതിരെ പ്രതിഷേധിക്കാനും അതുപോലെ തന്നെ സംഘർഷാവസ്ഥയൊക്കെ ജാർഖണ്ഡിൽ നിലനിൽക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ ഏതാണ്ട് 2005 മുതൽ ഗോവധ നിരോധന സംസ്ഥാനമാണ്. അതെ. അപ്പോൾ അതുപോലെ തന്നെ മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 4 കേസുകളോളം തന്നെ ഇപ്പം തന്നെ ആയി കഴിഞ്ഞു. അവിടെ ഈ ഗോവധ നിരോധനം ഉള്ള സംസ്ഥാനം അല്ല ഈ മഹാരാഷ്ട്ര. അതെ, ഗോവധ നിരോധനം ഉള്ള സംസ്ഥാനമാണ്. അപ്പോൾ അവിടങ്ങളിലെല്ലാം ആണ് ഈ ഒരു പ്രശ്നം കരുതി കൂട്ടി ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഇതിനകത്ത് ഇത് ഒരു പ്രത്യേക അജണ്ട, അതായത് ഈ മൂന്നാമതും മോദി ഗവൺമെന്റ് വന്നപ്പോൾ രാജ്യത്ത്, അത് എനിക്ക് തോന്നുന്നത് ഇത് രാജ്യത്തുള്ള ഒരു ടീം മാത്രമല്ല, രാജ്യത്തിന് പുറത്തുള്ള ഒരു ടീമും അതിൻ്റെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ബോധപൂർവം ചെയ്യിക്കുന്നതാണ്. രാജ്യത്ത് ഇതാണ് അവസ്ഥ. ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ആഹാരം കഴിക്കാൻ പോലും, അവരുടെ ബക്രീദ് ദിനത്തിൽ, അവരുടെ പ്രധാനപ്പെട്ട ആഘോഷ ദിനത്തിൽ പോലും നേരെ ആഹാരം കഴിക്കാൻ, അവരുടെ ഈ ഇറച്ചി എന്ന് പറയുന്ന അന്ന് അവരുടെ ബക്രീദിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അവരുടെ മതത്തിൻ്റെ ഒരു വിശ്വാസമാണ്, അത് അവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമാണ്. അതിന് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു വലിയൊരു
ഒരു വലിയൊരു പ്രചരണം രാജ്യത്തിൻ്റെ പുറത്തേക്കും എത്തിക്കാനും അതിലൂടെ ഒരു കലാപം ഉണ്ടാക്കിയിട്ട് അതിനെ വലിയൊരു മുതലെടുക്കാനും വേണ്ടിയുള്ള ശ്രമമാണോ? അതായിരിക്കില്ലേ ഒരു അജണ്ട? അങ്ങനെ ആയിരിക്കില്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഈ ഗോവധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ തൊട്ട് ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയെക്കാളും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഗള കാലഘട്ടം തൊട്ട് ഈ ഒരു സംഘർഷം എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സാർ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി, കോൺഗ്രസ് ആധിപത്യം എന്ന് ഞാൻ പറയുന്നില്ല, BJP ആയിട്ട് ടഫായിട്ട് ഫൈറ്റ് കൊടുത്തിട്ടുള്ള മണ്ഡലങ്ങളും അതുപോലെ തന്നെ സ്ഥലങ്ങളും, ഹിമാചൽ, അതുപോലെ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഈ 3 സ്ഥലങ്ങളിലും BJPയോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഒരു മേൽക്കൈ ഉള്ള 3 പോക്കറ്റുകളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് ഈ സംഘർഷം ഈ ഇലക്ഷന് ശേഷം കൂടുതൽ വരുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ സംശയം കൂടുതൽ ബലപ്പെടുന്നത്. അതായത് അവിടെ ആ ഒരു സംഘർഷത്തിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. അതെ, ഇപ്പോൾ ഹിന്ദുക്കൾ തിരിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു ഒരു അഗ്രസർ ആവുകയും അപ്പുറത്ത് നിൽക്കുന്ന ആളെ വിക്ടിമാക്കുന്ന ഒരു രീതി നമുക്ക് കാണാം. അപ്പോൾ അതായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം. പക്ഷേ ഈ വീഡിയോ എടുത്തതാണ് സത്യത്തിൽ എതിർഭാഗത്തിന് വലിയ രീതിയിലുള്ള വാദഗതികൾ ഉന്നയിക്കാൻ കഴിയാതെ പോയത്. കാരണം എല്ലാ സ്ഥലത്തും ഹിന്ദു പ്രവർത്തകർ വീഡിയോ ആയിട്ട് ചെല്ലുകയും അത് റെക്കോർഡ് ചെയ്യും. പല സ്ഥലങ്ങളിൽ പോലീസുമായിട്ട്, ഞാൻ പറഞ്ഞില്ലേ നവി മുംബൈയിൽ റാമെന്ന് എഴുതിയിട്ടുള്ള ആടിൻ്റെ ഇതുമായിട്ട് പേരെഴുതിയിട്ടുള്ള വിഷയത്തിൽ ക്യാമറയും ചെന്നിട്ടാണ് ബജറംഗ് ദൾ പ്രവർത്തകർ അത് റെക്കോർഡ് ചെയ്യും. അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഇപ്പോൾ ഒരുപാട് വൈറലായിട്ടുണ്ട് അത്. അപ്പോൾ അവർക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നുണ്ട്. അങ്ങനെ സർക്കാരിനെതിരെ ഭയങ്കര പ്രഷറൊക്കെ ആയി അങ്ങനെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പ്രതിപക്ഷ കക്ഷികൾ ആധിപത്യം അല്ലെങ്കിൽ മേൽക്കൈ പുലർത്തുന്ന ഈ സ്ഥലങ്ങളിലാണ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പൊതുവിൽ ഇസ്ലാമിക മതമൗലികവാദം ശക്തിപ്പെടുന്നത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതേപോലെ ഒരു സ്ട്രോങ് ഹോൾഡുള്ള സ്റ്റേറ്റുകളിലാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ പ്രതിപക്ഷ കക്ഷികളുടെ വിജയം പൊതുവിൽ ഞങ്ങൾക്ക് എന്തോ ചെയ്യാനുള്ള ലൈസൻസ് ആണ് എന്ന് ചില സ്ഥലങ്ങളിൽ ചിലർക്ക് ഒരു ബോധം വന്നു തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിസംബ്ലൻസ്, അതിൻ്റെ ഒരു ഛായയാണ് മലപ്പുറം ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ പണ്ട് ഇടക്കാലത്ത് വന്നിരുന്ന ഒരു വാദമാണ് തിരൂരിനെ ഒരു ജില്ലയാക്കി മാറ്റണം എന്നുള്ളൊരു വാദം ഉണ്ടായിരുന്നു. പക്ഷെ അത് അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ടും മലപ്പുറം ഒരു സംസ്ഥാനമാക്കണം എന്ന് പറയുന്നതിനകത്ത് പൂർണ്ണമായും മതത്തിൻ്റെ ചായവുണ്ട്. അപ്പോൾ കേരളം, അതുപോലെ തന്നെ ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, കോൺഗ്രസിന് 4 സ്ട്രോങ് ഹോൾഡുള്ള 4 സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു വാദം, അത് മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങൾ, മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുന്നത് ഈ ആവശ്യങ്ങൾ, ഇതെല്ലാം വരുന്ന അത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം തന്നെയാണ്. അതായത് വീണ്ടും പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പ്രചരണത്തിൻ്റെ ഗുണം ഉള്ളത് കൊണ്ടാണ് ഈ 3ാം തവണ ഈ കോൺഗ്രസിനും അതുപോലെ ചില പ്രതിപക്ഷ പാർട്ടികൾക്കും ചിലയിടത്ത് കൂടുതൽ ശക്തി പ്രാപിച്ച് വരാൻ അവരുദ്ദേശിച്ചതിനേക്കാളും ഒരു നേട്ടം അവർക്ക് കിട്ടിയത്. അപ്പോൾ അത് അവരുദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളാണെന്നാണ്. അപ്പം ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു ഏകപക്ഷീയമായ ഗവൺമെൻറ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തന്ത്രവും അതിലൂടെ രാഷ്ട്രീയ നേട്ടം ചെയ്യാനുള്ള ഒരു രീതി ആയിരിക്കും അല്ലേ? അത് തന്നെയാണ് ഈ കാണുന്നത് കോൺഗ്രസിൻ്റെ. അങ്ങനെയല്ലേ നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ? അതെ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു വഴി പോകുന്നത്. പ്രധാനമായിട്ടും BJP ആക്ട് ചെയ്യണം. BJP അല്ലെങ്കിൽ ഹിന്ദു പ്രവർത്തകർ ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിയതിന് അതിനെതിരെ കലാപം ഉണ്ടാകണം. അതിലൂടെ മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാ കാലത്തെയും ഒരു അജണ്ടയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഗോദറിലൂടെ മുതലെടുത്ത കോൺഗ്രസ് ആണ്, അതുപോലെ മുസഫർ കലാപത്തിലൂടെ മുതലെടുത്ത കോൺഗ്രസ് ആണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും അവർ മുതലെടുക്കുക. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തിയ ഒരു ടീമുണ്ട്. ആ ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അവരെന്തൊക്കെയോ നേട്ടങ്ങൾ, പക്ഷെ ആ ടീമിനൊന്നും ഒരു ഗുണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഇതൊക്കെ താൽക്കാലികമായ ഒരു പ്രഹേളിയായിട്ട് മാറുമെന്നാണ് തോന്നുന്നത്. ബീഫ് ഫെസ്റ്റ് ഒക്കെ നടത്തി എന്തൊക്കെയോ ഞങ്ങൾ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അപ്പോൾ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല വടക്കേ ഇന്ത്യകളിൽ. വടക്കേ ഇന്ത്യയിൽ ചിലപ്പോൾ അത് ഗുണം ചെയ്യുമായിരിക്കും അല്ലേ? അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽ കൂടുതൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും മുസ്ലിം കമ്മ്യൂണിറ്റി പൊതുവെ വോട്ട് കൊടുക്കുന്നത് അവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കായിരിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു സൈഡിൽ ഹിന്ദുക്കളാകുമ്പോഴത്തേക്കും ആ വോട്ട് പോളറൈസ് ചെയ്ത് ഇവർക്ക് കിട്ടണം, പ്രതിപക്ഷ കക്ഷികൾക്ക് കിട്ടണം. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രസർ ആരായിരുന്നു കഴിഞ്ഞാലും, ഇപ്പോൾ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇറച്ചിവെട്ടുകാരും മുസ്ലിം
മതധാരികളൊക്കെയാണ്. പക്ഷെ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ ചിലപ്പോൾ പുറത്ത് ഈ വാർത്തകൾ കാരണം ബക്രീദ് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറച്ചി വെട്ടാനും ഇറച്ചി വിതരണം ചെയ്യാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞുള്ള തരത്തിലുള്ള പ്രചരണങ്ങളായിരിക്കും അതെ പുറത്ത് രാജ്യത്തിന്റെ പല പ്രദേശങ്ങൾ. ആ പ്രദേശം ഒഴിച്ച് ബാക്കി, ആ പ്രദേശത്ത് പറയാൻ പറ്റില്ലല്ലോ, ആ പ്രദേശം ഒഴിച്ച് ബാക്കി പ്രദേശങ്ങളിൽ വാർത്തകളിൽ നിറയുന്നത് അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെ ചില നമ്മുടെ ഇപ്പോഴത്തെ ചില മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വാർത്തകൾ ഇട്ട് കഴിഞ്ഞാൽ അവരതിനെ ആഘോഷിച്ച് ഇതാ അവിടെ ബക്രീദ് പോലും അനുവദിക്കുന്നില്ല, ഇറച്ചി വെട്ടാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാർത്തകൾ ഉണ്ടാക്കാം. അപ്പൊ അതിനുള്ള ഒരു 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 വർക്കൗട്ടാണിത് അല്ലേ? അങ്ങനെ ആയിരിക്കും, അങ്ങനെ നമുക്ക് കാണാം. പക്ഷേ ഈ വിഷയത്തിൽ മലയാള മാധ്യമങ്ങൾ പ്രതികരിച്ച് ഞാൻ കണ്ടില്ല. ചിലപ്പോൾ ഇതിന്റെ വ്യക്തമായ തെളിവുകളും മറ്റൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. ഇല്ല, അവർ വളരെ ശ്രദ്ധയിൽ പെട്ട് കാണില്ലായിരിക്കും. വിട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ മലയാള ചില മാധ്യമങ്ങൾ ഇത് വിടുന്നതല്ല, ഇതിനെ വലിയ ആഘോഷിക്കുന്നതാണ്, ഇതിനെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കേണ്ടതാണ്. അതെ, പ്രത്യേകിച്ച് തിരിച്ചടിയും കൂടെ ഉണ്ടായതുകൊണ്ട് ആഘോഷിക്കേണ്ടതാണ്. ആണ്, പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് പഴയതുപോലെ അത്ര ഏക്കില്ല, അല്ലെങ്കിൽ പഴയതുപോലെ അതത്ര വിൽക്കില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം നമുക്കൊന്ന് വിചാരിക്കാം. എന്തായാലും രാജ്യത്ത് ഇത് അവിടെ ഇനിയും ചെറുതായിട്ട് ഉണ്ടാകാം, അതിനുള്ള അജണ്ട അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇനി ധാരാളം ഉണ്ടാവാം. മോദിയുടെ ഭരണത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് ഇനി വരും കാലങ്ങളിൽ കേൾക്കാൻ കഴിയും. ഓക്കെ.